ഇന്നൊരു കക്കയിറച്ചിയുടെ റെസിപ്പി നോക്കാം. നമുക്കിന്ന് അത്യാവശ്യം വലിയ കക്കയിറച്ചിയാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിലെ ചെളിയൊക്കെ കളഞ്ഞ് ഒരുപാട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. നമുക്കിത് പ്രഷർ കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടി പോണത്. അതിന് വേണ്ടിയിട്ട് കുക്കറിനകത്തേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് പച്ചമുളക്, ഇഞ്ചി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം, ഇത്ര ഐറ്റംസും കൂടെ നമുക്ക് ചേർത്തിട്ടാണ് നമ്മൾ അടുപ്പത്തേക്ക് വെക്കുന്നത്. അടുപ്പിൽ വെച്ചിട്ട് ഒരു 6 വിസിലാണ് നമ്മൾ അടുപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം ഇത്ര ഐറ്റംസ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണേ. അതിന് ശേഷം വേണം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് അടുപ്പത്തേക്ക് വെക്കാം. ഇതേ മെത്തേഡ് തന്നെ നമുക്ക് മൺചട്ടിയിലും ചെയ്യാവുന്നതാണ്. എനിക്കിതൊട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യണത്. അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്തിന് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഉപയോഗിക്കേണ്ട. അതുപോലെ തന്നെ ചുവന്നുള്ളിയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യേണ്ടത്. നമ്മുടെ സവാള ഇട്ടാൽ ചിലപ്പോൾ അത്ര ടേസ്റ്റ് വരില്ല. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിനകത്ത് എത്തിയിട്ടുണ്ട്. ചുവന്നുള്ളി വാടി കഴിയുമ്പോൾ കുറച്ചധികം കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇതിനി നമ്മൾ ഒരുപാട് മൊരിയിക്കാൻ വേണ്ടി വെക്കരുത്. കുറച്ചൊന്ന് പച്ചമണം മാറിയാൽ മാത്രം മതി. ഈ ചുവന്നുള്ളി വാട്ടുന്ന സമയത്ത് നമ്മൾ പച്ചമുളക് ചേർത്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി കക്കയിറച്ചി വേവിക്കുന്ന സമയത്ത് പച്ചമുളക് ചേർത്താണ് നമ്മൾ വേവിച്ചത്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഈ കക്കയിറച്ചിയുടെ കൂട്ട് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തുള്ള വെള്ളം പറ്റിച്ചെടുക്കാം. ഇത് പറ്റിച്ച് കഴിയുന്ന സമയത്ത് നല്ല ഡ്രൈ ആയിട്ട് നല്ല കുരുമുളകിൻ്റെ കളറിലേക്കായിരിക്കും വരുന്നത്. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി അതിൻ്റെ പാകത്തിന് ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ കക്കയിറച്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോർമലി ഇവിടെ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് ഈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉപകാരപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.